റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1-3. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അവിടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് രൂപാന്തരം ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത്: നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു.